ഛേ, സൗദന്നായി സൗഹൃദം എന്നായിരുന്നു എഴുതേണ്ടത്. ഇങ്ങനെ ഇരിക്കട്ടെ. അല്ലെങ്കിലും അവനാൻ്റെ സൗദം കണ്ട എല്ലാവരും എല്ലാം മറക്കും. എന്നാൽ പിന്നെ ഇതും കൂടി ഇവിടെ കിടക്കട്ടെ. ദൈവം എവിടെ? ഉമ്മറാക്ക നിങ്ങൾക്ക് ഇങ്ങനെ തിരിച്ച് കളിക്കാൻ തോന്നുന്നു രണ്ടാൾക്ക്? ഇവിടെ വയനാട്ടിലത്തെ കാര്യം ആലോചിച്ചിട്ട് മനുഷ്യന് ആകെ ടെൻഷനാണ്. വയനാട് കാര്യം ആലോചിച്ചിട്ടേ ടെൻഷനേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ എനിക്ക് പ്രഷർ കുറച്ച് കൂടുതലാണ്. വെറുതെ ടെൻഷനാവാൻ നിൽക്കട്ടെ. പ്രകൃതിയോട് നമ്മൾ ചെയ്യുന്നത് പോലെ പ്രകൃതി നമ്മളോട് അങ്ങോട്ട് ചെയ്താലല്ലേ അത് ബറാബറാവുള്ളൂ മോനെ. എന്താ അല്ല ഉമ്മറക്ക, നിങ്ങളെ വർത്താനം കേട്ടാ തോന്നുന്നു ഇതെന്താ പ്രതികാരത്തിന്റെ കളിയാണോ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള? മഴ വരുന്നുണ്ട്, നമുക്കേ അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കുക. നമ്മൾ ഒന്നായി ഒറ്റക്കെട്ടായി സന്തോഷത്തോടു കൂടെ ജീവിക്കാൻ നോക്കാം. മനുഷ്യൻ മാത്രമേ ഉള്ളൂ എന്നുള്ളതിന്റെ തെളിവല്ലേ നമ്മൾ വയനാട്ടിൽ കണ്ടത്. മനുഷ്യന് ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല എന്നതാണ് ഇപ്പോൾ വയനാട് കണ്ടത്. നമുക്ക് ഫ്രാൻസിസ് ചേട്ടാ, ഉമ്മറാക്ക, നമുക്ക് അബ്ദുറഹ്മാന്റെ അവിടേക്ക് ചായ കുടിക്കാൻ പോവാം. നമ്മളെ സ്ഥിരം ടൈമായി. ഉണ്ടാൻ പറ്റാത്ത മാറില്ല. ഉമ്മറാക്ക, ബിസ്ക്കറ്റ് ഒന്ന് പോരെ? നമ്മൾ ഒന്നുകൊണ്ട് മൂന്നാള് തിന്ന പരിചയമില്ല. അങ്ങനെയല്ലേ നമ്മളെ സ്നേഹബന്ധം? പോരെ ഒന്നെടുക്കാം. ഒരു ബിസ്ക്കറ്റ് കൊണ്ട് അങ്ങനെ മൂന്നാള്, അതാ സ്നേഹബന്ധം. കൊടുത്തു രണ്ടുപേരും പഠിച്ച് ഞാനേ പള്ളിയിൽ പോയി ബിസ്ക്കറ്റ് വരാം. ഉമ്മറിന്റെ സൗദം കണ്ടപ്പോ ഓ നമ്മളെ ഒറ്റക്കാക്കി. വന്നു കഴിഞ്ഞപ്പോ മൂന്നാളും പിന്നെയും ചങ്ങായിമാരായി. വീണ്ടും സൗഹൃദത്തിന്റെ തിരക്ക്. നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്കി, ഞാനന്ന് അമ്പലത്തിൽ പോയി. അഖിലേഷിന്റെ സൗദം കണ്ടപ്പോ അവനും സൗഹൃദം വിട്ടു. രാമ രാമ പാഹി പാഹി എന്നു സദാ ഓരിനി. വീണ്ടും വളരെ സന്തോഷത്തോടു കൂടി തന്നെ സൗഹൃദത്തിൻ്റെ ചുഴിയിലേക്ക്. ഫ്രാൻസിസിൻ്റെ സൗദം കണ്ടപ്പോൾ അവനും സൗഹൃദം വിട്ടു. അവനും സുഹൃത്തുക്കളെ തനിച്ചാക്കി.
വീണ്ടും സൗധം മാറി സൗഹൃദത്തിലേക്ക്. വയനാട്ടിൽ ഒരുപാട് ആളുകൾ മൃതിയടഞ്ഞു. ഒരുപാട് മനുഷ്യ ജന്മങ്ങൾ. ഇനിയും എത്രയോ പേർ നമ്മൾ തിരിച്ചറിയാനിരിക്കുന്നു. എത്ര പേർ നമ്മൾ കാണാനിരിക്കുന്നു. ഇപ്പോഴും തിരഞ്ഞുകൊണ്ടേയിരിക്കുകയല്ലേ സ്വന്തം കൂടപ്പിറപ്പിനെ പോലും തിരിച്ചറിയാത്തവർ നിരവധി. അവിടെ ജാതിയോ മതമോ ഒന്നുമുണ്ടായിരുന്നില്ല. വെറും മനുഷ്യർ മാത്രം. മനുഷ്യർ. ആ സമയം എല്ലാവരും ഒന്നിച്ചു നിന്ന് പ്രാർത്ഥിച്ചു. അവരുടെ ജാതിയും മതവും ആർക്കും അറിഞ്ഞുകൂടാ. തിരിച്ചറിയാനാവാത്തവർ നിരവധി. നമ്മളെല്ലാവരും കൂടപ്പിറപ്പുകളോട് പ്രവർത്തിച്ചാലേ മനുഷ്യനാകൂ.